പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഒരു പുതിയ അപ്ഡേറ്റ് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. കോട്ടക്കൽ ബൈപ്പാസ് പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തടസ്സം കൂടാതെ ഹൈവേയിലൂടെ രണ്ട് സൈഡിലൂടെ ഉള്ള യാത്രകൾ ചെയ്യാവുന്നതാണ്. ഇവിടെ ആയിരുന്നു അടച്ചു വെച്ചിരുന്ന ഒരു ഭാഗം. ഈ ഭാഗത്തുള്ള ക്രാഷ് ബാരിയറുകളൊക്കെ എടുത്തു മാറ്റി ഹൈവേയിലൂടെ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണ് ഹൈവേയിലൂടെ രണ്ട് സൈഡിലേക്കുള്ള യാത്ര, സുഗമമായിട്ടുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുമ്പോൾ കൂരിയാട് ഭാഗത്ത് മാത്രമാണ് ബ്ലോക്ക് ഉള്ളത്, വർക്ക് നടക്കുന്ന ഭാഗം ഉള്ളത്. അവിടെ നിന്ന് തുടങ്ങി നമുക്ക് ഇനി വേണമെങ്കിൽ കുറ്റിപ്പുറം വരെ ഹൈവേയിലൂടെ സ്ട്രൈറ്റ് ആയിട്ട് യാത്ര ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ കോട്ടക്കൽ ഭാഗത്തായിരുന്നു കുറച്ച് ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭാഗം. കോട്ടക്കൽ ഭാഗത്തെ പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തതോടുകൂടി കോട്ടക്കൽ ടൗണിൻ്റെ ഭാഗത്തുള്ള ബ്ലോക്കുകൾ പോയിട്ടുണ്ട്. അത് വലിയൊരു ആശ്വാസമാണ് ആളുകൾക്ക്. അപ്പോൾ ദീർഘദൂര യാത്രക്ക് പോകുന്ന വാഹനങ്ങൾ, വണ്ടികൾ, ആളുകളെയൊക്കെ ശ്രദ്ധിക്കുക, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കോട്ടക്കൽ ബൈപ്പാസ് പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറിയാതെ സർവീസ് റോട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കക്കാട് മുതൽ കൂരിയാട് ഭാഗത്തുനിന്ന് യാത്ര ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ കുറ്റിപ്പുറം വരെ ഹൈവേയിലൂടെ രണ്ട് സൈഡിലൂടെ യാത്ര ചെയ്യാവുന്ന രീതിയിലേക്ക് ഹൈവേ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി താഴ്ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ വർക്കുകളൊക്കെ ഉണ്ട്, അതും കൂടെ കാണിച്ചിട്ട് അവസാനിപ്പിക്കാം. ഇതൊരു ചെറിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതാണ് കോട്ടക്കൽ എടരിക്കോട് ഭാഗത്തുനിന്ന് ഹൈവേയിലേക്ക് കയറുന്ന ഒരു എൻട്രി പോയിന്റ്. ഇവിടെ ഒരു ബോർഡ് കൊടുത്ത് കാണാം, കണ്ണൂർ ഭാഗത്തേക്ക് 132 എന്നുള്ള. ഇവിടെ എല്ലാ വർക്കുകളും കഴിഞ്ഞതോടുകൂടി വാഹനങ്ങൾ നല്ല രീതിയിൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വയഡക്റ്റിന് താഴ്ഭാഗത്ത് പോയി നോക്കാം. അവിടെ കുറച്ച് ഭാഗത്തുള്ള കാഴ്ചകൾ, പുതുതായിട്ട് വന്നിട്ടുള്ള കാഴ്ചകളുണ്ട്. അധികവും കമന്റിലൂടെ ചോദിക്കാറുള്ളത് പ്രവാസികളായ സുഹൃത്തുക്കളും മറ്റ് ജില്ലക്കാരായ ആളുകളൊക്കെ ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. നമുക്ക് കോട്ടക്കൽ ഭാഗത്തുള്ള കറക്റ്റായിട്ടുള്ള വഴി അറിയില്ല, എങ്ങനെയാണ് ഹൈവേയിലൂടെ പോവേണ്ടത്, ഏത് വഴിയാണെന്ന്. പൂർണ്ണമായിട്ടും ഹൈവേ തുറന്നു കൊടുത്തതുകൊണ്ട് കക്കാട് മുതൽ നമുക്കിനി കുറ്റിപ്പുറം വരെ ഹൈവേയിലൂടെ രണ്ട് സൈഡിലൂടെ യാത്ര ചെയ്യാവുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. ടൗണിലേക്ക് ഇറങ്ങി വരുന്ന, കോട്ടക്കൽ ഭാഗത്ത് ടൗണിലേക്ക് ഇറങ്ങി വരുന്ന വാഹനങ്ങൾ മാത്രം ഇവിടെയുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്തിലൂടെ ഇറങ്ങി വന്നാൽ മാത്രം മതി. കോട്ടക്കൽ ടൗൺ ഭാഗത്തേക്ക് ഈ വരുന്ന വാഹനങ്ങൾ വരുന്ന പോലെ ടൗണിലേക്ക് ഇറങ്ങി വന്നാൽ മതി. മറ്റു വാഹനങ്ങളൊന്നും ഹൈവേയിലൂടെ കോട്ടക്കൽ ഭാഗത്തേക്ക് വരാതെ ഹൈവേയിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തൃശ്ശൂർ ഭാഗങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാം. അതുപോലെ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യാം. ഈ വരുന്ന വാഹനങ്ങൾ, ടൗണിലേക്ക് വരുന്ന വാഹനങ്ങൾ മാത്രം. ഇവിടെ വലിയൊരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് എടുത്തിട്ട മണ്ണുകളും കാര്യങ്ങളൊക്കെയാണത്. പിന്നെ ഇവിടെയുള്ള ആ ഭാഗത്ത് അടച്ചു വച്ചിരുന്ന് അവിടെയും തുറന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ പാർക്കിംഗ് ഒന്നും നടക്കൂല, അതൊക്കെ ഒഴിവാക്കും. ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ നടക്കുള്ളൂ. അധിക വാഹനങ്ങൾ ഇപ്പോൾ ഹൈവേയിലേക്ക് കയറാൻ എടരിക്കോട് ഭാഗത്ത് നിന്ന് വന്നിട്ട് ഇതിലാണ് കോഴിക്കോട് ഭാഗത്തേക്ക് കയറി പോകുന്നത്. ഒരു ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇതുവഴി കയറി പോവാം. ഇവിടെ വന്നതിൻ്റെ ശേഷം ഇവിടുന്ന് പോകുന്ന വാഹനങ്ങൾ നേരെ നമുക്ക് ഹൈവേയിലേക്ക് കയറാൻ ആ വഴി അങ്ങോട്ട് ഹൈവേയിലേക്ക് കയറി പോവാമെന്നാണ്. ഇവിടെ ഇപ്പോഴും ഉണ്ട്, ആക്സിഡൻ്റ് ആയ രണ്ട് വണ്ടികൾ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇവിടെ കിടക്കുന്ന കാണാം ഒരു വണ്ടി, ഇവിടെ ഒരു വണ്ടി ഉണ്ട്. ഈ വഴി ഇവിടെയും ക്രാഷ് ബാരിയർ വെച്ച് അടച്ചിരുന്നു. ആ ക്രാഷ് ബാരിയർ എടുത്ത് മാറ്റിയിട്ടുണ്ട്, അവിടെ കാണാം, സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എടരിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നേരെ ഹൈവേയിലേക്ക് കയറി പോയിട്ട് യാത്ര ചെയ്യാവുന്നതാണ്. അവിടുന്ന് തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അതുവഴി ഇറങ്ങി വരാവുന്ന ഒരു റൗണ്ട് അപ്പോട്ടും കൂടെയാണ് ഈ വയഡക്റ്റിൻ്റെ താഴ്ഭാഗം. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വഴി തന്നെ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബോർഡുകൾ ഓരോ ഭാഗത്തുള്ള പേരുകളൊക്കെ നോക്കിയിട്ട് ഹൈവേയിലൂടെ യാത്ര ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എൻട്രി പോയിന്റ്, എക്സിറ്റ് പോയിന്റുകൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്
കുറേ ദൂരം വീണ്ടും യാത്ര ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പുറകിലേക്ക് എടുക്കുന്ന അപകടം വരുത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്താലും ഫിനിഷിംഗ് വർക്കുകൾ ഒരുപാട് ഇനിയും ഉണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം, പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.